രാത്രിയായ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് കിടക്കുന്നത് ഈ വീട്ടിൽ. എനിക്ക് ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ തൻ്റെ ഇടമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെയായാൽ ഞങ്ങൾ കടൽപ്പണി ചെയ്ത് തീർന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് കടൽപ്പണി തന്നെ വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കല്ലടുക്കി തരണം ആണ് ഞാൻ പറയുകയാണ്. ഞങ്ങൾക്ക് അവിടെ കല്ലടുക്കി തന്നാൽ മതി, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ ഈ കടലിലൂടെ കിടന്ന് മഞ്ഞ യുദ്ധം ചെയ്താണ് ഈ ഭവനം ഞങ്ങൾ മക്കളുമായിട്ട് ഉണ്ടാക്കിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയ വേളി സൗത്ത് കടവ് വാർഡിലാണ്. അവിടെ കഴിഞ്ഞു പോയ ദിവസങ്ങളായി മഴക്കാലം ഇന്ന് തുടങ്ങി അന്ന് മുതൽ കല്ലാത്തുന്ന രൂക്ഷമായ ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കാണുകയാണെങ്കിൽ ഇത്രയും വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്, ഇവിടെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവിടെ കുറേ ദിവസങ്ങളായി നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ തങ്കമണി MLA വന്ന് സന്ദർശിക്കുമ്പോഴും വലിയ കാര്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. ഇവിടെയുള്ള ഓരോ വീടുകളും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഉള്ളവർ പറയുന്നത് ഓരോ മഴക്കാലത്തും ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള ജനങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഞങ്ങൾക്ക് അവിടെ കല്ലടുക്കി തന്നാൽ മതി, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ ഈ കടലിലൂടെ കിടന്ന് മഞ്ഞ യുദ്ധം ചെയ്താണ് ഈ ഭവനം ഞങ്ങൾ മക്കളുമായിട്ട് ഉണ്ടാക്കിയത്. ഇനി റോഡ് ചവിട്ടി മഞ്ഞ യുദ്ധം ചെയ്താണ് ഈ ഭവനങ്ങൾ ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് ഒരു ഭവനം വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കല്ലടുക്കി തരണം. ഞങ്ങൾ എവിടെയെങ്കിലും തൊഴിലോടെ അവിടെ ജീവിക്കട്ടെ. കല്ലടുക്കിയില്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോയി കിടക്കും? കല്ലടുക്കി തരണം. അല്ലെങ്കിൽ ഞങ്ങൾ റോഡിൽ പോയി സമരം എടുക്കും. കല്ലടുക്കി തന്നില്ലേ, വണ്ടിയും വാഹനങ്ങളും ഒന്നും വിടത്തില്ല. ഞങ്ങൾ അവിടെ റോഡിൽ സമരം എടുത്താലോ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ ഇവിടെ കല്ലെടുക്കാൻ തരുള്ളൂ. പറഞ്ഞ് കല്ലടുക്കി തരുമെന്ന് പറഞ്ഞിട്ട് പോയി. ഇതേവരെ ഒന്ന് വീട് അപ്പോൾ കടൽ അങ്ങോട്ട് പോയാലേ കല്ലെടുക്കാൻ പറ്റുള്ളൂ. അതൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഫ്ലാറ്റിൽ പോകേണ്ട കാര്യമില്ല. ഫ്ലാറ്റിൽ നിന്നിരുന്നോണ്ട് നാളെ പോകും. ഞങ്ങളുടെ ഭവനമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് കല്ല് തന്നെ അടുക്കി തരണം. ഞങ്ങൾക്ക് കല്ലടുക്കിയാലോ ഞങ്ങൾ ജീവിക്കാൻ പറ്റും. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങൾ കടൽ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് കൃഷിഭൂമികളൊന്നും ഇല്ല. അപ്പം ഞങ്ങൾ കടൽ കൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾക്ക് കല്ലടുക്കി തന്നാലോ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഫ്ലാറ്റിൽ പോയി കടന്നു കിടന്നാൽ ഞങ്ങൾ അവിടെ നിന്ന് എന്തെടുത്ത് വെച്ച് ആഹാരങ്ങൾ കഴിക്കും. ഞങ്ങൾക്ക് അതിനുള്ള ഒരു നിവൃത്തിയില്ല. ഫ്ലാറ്റ് വിറ്റ് കഴിക്കുമോ ഈ കുടുംബമായിട്ട് കഴിയുന്നവർ? അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഞങ്ങൾക്ക് കല്ലടുക്കി തന്നാലേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇനി കല്ലടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ റോഡിൽ പോയി കിടന്ന് എല്ലാ എണ്ണവും പോയി സമരം എടുക്കേ ഉള്ളൂ. സമരം എടുത്താലേ ഞങ്ങൾക്ക് ഇവിടെ കല്ലടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവർ കല്ലടുക്കി തരത്തില്ല. അവർ പറയും പിന്നെ ആട്ടെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാർക്കളായിരുന്നു. ഇത്ര നാളുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇവിടെ കല്ലടുക്കി തരാൻ വേണ്ടി. അപ്പോൾ വഞ്ചിക്കാരുള്ളത് കൊണ്ട് അവർ ഓരോ വഞ്ചിക്കാരുടെ വാക്കുകൾ കേട്ടിട്ട് അവർ കല്ലെടുക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ ഭവനങ്ങളാണ് ഞങ്ങൾക്ക് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കല്ലടിക്കേ പറ്റുമോ? എനിക്ക് സംസാരിക്കാനുള്ള കാര്യം പെറുന്ന് വെച്ച് തീർന്നാൽ ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾക്ക് കല്ലടുക്കി തന്നാലേ ഞങ്ങൾ അന്ന് ജീവിക്കത്തുള്ളൂ. ഇല്ല, കല്ലടുക്കി തന്നില്ല എങ്കിൽ ഞങ്ങൾ കുട്ടിയും ഒന്നും എല്ലാം കൂടെ പോയി അവിടെ പോയി റോഡിൽ പോയി സമരം ചെയ്യും. കല്ലടുക്കുന്നത് വരെ വാഹനങ്ങളൊന്നും വിടാതെ കാര്യത്തിൽ ഞങ്ങൾ വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തും. വണ്ടികൾ തടഞ്ഞു നിർത്തിയാലേ ഞങ്ങൾക്ക് ഇവിടെ അവർ കല്ലടുക്കി തരത്തുള്ളൂ. അല്ലെങ്കിൽ അവർ കല്ലടുക്കത്തല്ല. അവർ നാളെ ആട്ടെ എന്ന് പറഞ്ഞ് ഏമാറ്റി ഞങ്ങളെ പിടിയാണ്. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. അപ്പം ഞങ്ങൾ കടലിൽ തന്നെ ഞങ്ങൾ ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് വേറെ യാതൊരു വഴിയും ഇല്ല. ഞങ്ങൾക്ക് കൃഷികളോ ഭൂമികളോ യാതൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളായ ഞങ്ങൾ കടലമ്മ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഫ്ലാറ്റും ഗീറ്റും ഒന്നും വേണ്ട. ഞങ്ങൾക്ക് കല്ല് തന്നെ അടുക്കി തന്ന് ഞങ്ങളിവിടെ ജീവിക്കുന്നു. ഈ മുകളിൽ കിടക്കുന്നവരൊന്നും ഇവിടെ ഒന്നും താമസിക്കേണ്ട കാര്യങ്ങളില്ല. അവരിവിടെ ഒന്നും ജോലി ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. നാളെ ഞങ്ങളുടെ അവസ്ഥ എന്തരായിരിക്കും മക്കളെ ആലോചിച്ച് നോക്ക്. ഞങ്ങൾ ഇത്രയും കിടന്ന് രാത്രിയാകുമ്പോൾ ഞങ്ങൾ പേടിച്ചു വിറയ്ക്കുന്നു ഇവിടെ കിടന്ന്.
കേട്ടോ. ഒരു ദിവസം പോലും ഒരു അന്തി ഉറങ്ങാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കല്ലടിക്കേ പറ്റൂ കേട്ടോ. ഞങ്ങൾ സുരക്ഷിതമായിട്ട് പറയാണ്, ഞങ്ങൾക്ക് ഇവിടെ കല്ലടുക്കി തന്നാലേ ഞങ്ങൾ ഇവിടെ കണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് കല്ല് തന്നെ അടുക്കി തരണം കേട്ടോ. ഇവർ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും പോയി അവിടെ കിടന്ന് കഴിക്കും ഫ്ലാറ്റിൽ. ആ ഫ്ലാറ്റിൽ നിന്ന് ചാനൊക്കെ വിട്ട് കഴിക്കും. ഇല്ലല്ലേ, ഇവിടെ ആയാൽ ഞങ്ങൾ കടൽ പണി ചെയ്ത് തീർന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് കടൽ പണി തന്നെ വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കല്ലടുക്കി തരണം ആണ് ഞാൻ പറയുകയാണ്. വളരെയധികം ദുരിതം അനുഭവിച്ച് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് മാറുന്ന ഇന്നലെ വരെ നമ്മുടെ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇന്നലെ മാറ്റി അവർ വന്ന് നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു വാടക വീട്ടിലോട്ടാണ്, തൽക്കാലം ഒരു വാടക വീട്ടിലോട്ടാണ് മാറിയത്. ഈ അമ്മ ഒരമ്മ അടുത്ത വീട്ടിലൊരമ്മ അവർ മാത്രമാണ് കൊടുത്താണ്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഇനി നമുക്ക് പൂർണ്ണമായിട്ടറിയാം, ഇനി അടുത്ത വർഷം കടന്നു കയറുന്ന സമയത്തെ ഇവരെയൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഞങ്ങളെ പോലുള്ള സാധാരണക്കാരാണ്. ഞങ്ങൾ പിന്നെ ഇവിടെ നിന്നുകൊണ്ട് മറ്റു സംവിധാനങ്ങളുണ്ട് അതൊക്കെ പരിഹരിപ്പിക്കാൻ ആദ്യം മുതൽ പറയുന്നതാണ് ഈ രണ്ട് വീടിനോട് ചുറ്റും ആദ്യം മുതൽ. പക്ഷേ അവിടെയും അവർക്ക് എന്താ പറയേണ്ടത്, എല്ലാ സ്ഥലവും വീടും സംരക്ഷിക്കും. വീടാണ് ആദ്യം സംരക്ഷിക്കേണ്ടത്. പിന്നെ അടുത്ത വർഷം വരെ ഞങ്ങളിവിടെ ഇങ്ങനെ കാത്തിരിക്കും. ഇതിൻ്റെ സൊല്യൂഷൻ ഞങ്ങൾക്കവിടെ കോഴിക്കര മുതൽ പിന്നെ കുറച്ച് ഭാഗങ്ങളിൽ അന്നധികം കല്ല് അടുക്കിയിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് അറ്റത്തും കല്ലിടക്കി വന്നു കല്ലടുക്കൽ. കാരണം ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കല്ലടുക്ക് തന്നെയാണ്. കല്ലടുക്കി ഒന്ന് സംരക്ഷിക്കണമെന്നുള്ളത് ഞാൻ തീരെ പുലിമുട്ട് അല്ല പുലിമുട്ട് കാരണം ഇവിടെ വെള്ളം ഒക്കെയുള്ളതാണ്. പക്ഷേ കല്ലടുക്കൽ ഞാൻ അവിടെയൊക്കെ ഒരു കല്ലടുക്കിയ പ്രദേശങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഇന്നലെ ഞാൻ അവിടേക്ക് പോയി. ഒരു വീട് സേഫാണ്, താമസത്തിന് വീട് സേഫാണ്. അടിയന്തരമായിട്ട് ഇന്നലെ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനൊക്കെ വന്നിരുന്നു, ഫാദറൊക്കെയും പറഞ്ഞത് തന്നെയാണ് കല്ലെടുക്കുന്നത് ഒറ്റക്കെട്ടായി ഞങ്ങൾ ശക്തമായിട്ട് നല്ല കല്ലെടുക്കുക. ഇത്രയും വേണം. അടുത്ത വർഷം കടൽ കയറുന്നവരെ സമയത്ത് പറഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. കടൽപ്പള്ളി വന്ന ഇവിടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നു. എന്താണ് സന്ദർഭം കല്ലടിക്ക് തരാ എന്ന് പറയും. ഒരു ദിവസം നല്ല ദിവസം വരുമ്പോൾ അവർ ആരെ കിറ്റ് തരും, ഞങ്ങളെ പറഞ്ഞയക്കും, മയക്കി വിടും. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് കിറ്റും ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ സുരക്ഷിതമായി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങൾ അന്തി ഉറങ്ങണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കടലിൽ തന്നെ ഞങ്ങൾക്ക് കല്ലടിക്ക് തരണം. ഞങ്ങളുടെ ചുറ്റ കടലിൽ തന്നെ വേണം ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് വേറെ യാതൊന്നും വേണ്ട. അവർ കല്ലടിക്ക് തരുന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പോയി അവിടെ സമരം ചെയ്യും. ഈ കടൽ തീരത്ത് കിടക്കുന്ന ഞങ്ങൾ ആണ് പെണ്ണ് അത്രയും റോഡിൽ പോയി സമരം ചെയ്യും. കാരണം ഞങ്ങൾക്ക് അവിടെ കിടന്നാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഓരോ കാലവർഷവും എത്തിനോക്കി പോകുന്ന അതിഥികളോട് പറയാനൊന്നേ ഉള്ളൂ, ഇവർക്ക് എന്തെങ്കിലും ഒരു മാർഗം നിങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവർ പറയുന്ന എന്തെങ്കിലും നിങ്ങളൊന്ന് കേൾക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓരോ കടലാക്രമണം വരുമ്പോഴും ഇവർ ചങ്കിടിച്ചാണ് ഓരോ ദിവസം ഇവിടെ കഴിഞ്ഞു പോകുന്നത്. എന്തായാലും ഇവർക്കൊരു പരിഹാരം